ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മൈക്രോ എക്കണോമിക്സിലെ കുറച്ച് കർവുകൾ പഠിപ്പിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനെയും സെക്കൻഡ് ചാപ്റ്ററിനെയും വീഡിയോ കംപ്ലീറ്റ് കർവുകളാണ് ഈ വീഡിയോ നോക്കുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് കണ്ടിന്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തൊട്ടിരുന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റായിട്ടുള്ള മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇവിടെ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് വേറെ ഏതുമല്ല, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്ന കർവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ലെവൽ കർവ് മാത്രമേ നമുക്കവിടെ പഠിക്കാനുള്ളൂ. അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിലാണ് വരക്കാറുള്ളത്. ഇതിൽ എക്സ് ആക്സിൽ വരുന്നു, വൈ ആക്സിൽ നമുക്കറിയാം. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഗുഡ് 1 ആണ് കൊടുക്കുക, ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ഗുഡ് 2 ആണ് കൊടുക്കുക അല്ലേ. ഒന്നാമത്തെ രണ്ടാമത്തെ വസ്തുക്കളാണ് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഈ പറഞ്ഞിരിക്കുന്ന കോൺകേവ് കർവ് വരക്കാണ് ചെയ്യാറുള്ളത് പൊതുവെ അല്ലേ. അപ്പോൾ ഇങ്ങനെ വരക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാറില്ല, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കിട്ടാറില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇത് 3 ടൈപ്പാണ് വരാറുള്ളത്. അതിൽ ഒന്നാമത്തേത് ഈ പറഞ്ഞിരിക്കുന്ന മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന പോലെ കോൺകേവ് ഷേപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കർവ് അഥവാ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മുടെ MOC കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർവിൻ്റെ ഷേപ്പ് എന്തായി മാറും, ഇങ്ങനെ കോൺകേവായിട്ട് മാറും എന്നുള്ളത് കോൺവെക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ അവസാനമായിട്ട് കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ഈ പറഞ്ഞ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ 3 ഷേപ്പിലാണുള്ളത്, അതൊന്ന് ഓർത്ത് വെക്കുക. കോൺകേവ്, കോൺവെക്സ് ആൻഡ് നമ്മുടെ ലീനിയർ എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് ഉണ്ട്. ജസ്റ്റ് നോക്കിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് കർവ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്ററാണ് പഠിക്കാനുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ബജറ്റ് ലൈനിനെ കുറിച്ചാണ്. നമുക്കറിയാം ബജറ്റ് ലൈൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ഞാനിവിടെ വരക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബജറ്റ് ലൈൻ പൊതുവെ വരാറുള്ളത് അല്ലേ. നമ്മുടെ ബജറ്റ് ലൈൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വരാറുള്ളത്. നമ്മളിനി ഇവിടെ കൊടുക്കുന്നത് എന്താണ്, ഒന്നാമത്തെ ഗുഡ് അല്ലേ, ഗുഡ് 1 ഇവിടെയും കൊടുക്കും, ഗുഡ് 2 നമ്മൾ ഇവിടെയും കൊടുക്കും. ഇങ്ങനെയല്ലേ നമ്മൾ ബജറ്റ് ലൈൻ ചെയ്യാറുള്ളത്, അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇനി ബജറ്റ് ലൈനിൽ 2 തരത്തിലുള്ള ചേഞ്ചുകൾ ഉണ്ടാവാറില്ലേ. ഒന്നാമത്തെ ചേഞ്ചാണ് മൂവ്മെൻറ്റ്സ് ഇൻ ബജറ്റ് ലൈൻ, അതായത് നമ്മുടെ പ്രൈസ് മാറുമ്പോൾ ഓക്കെ, പ്രൈസിനുണ്ടാകുന്ന ചേഞ്ച് കൊണ്ടാണ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഷിഫ്റ്റ് ഇൻ ബജറ്റ് ലൈൻ, അതെപ്പോഴാണ് നമ്മുടെ കൺസ്യൂമറുടെ ഇൻകം മാറുമ്പോഴാണ് ഇത് സംഭവിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഈ 2 രീതിയിലാണ് നമുക്ക് നോക്കാറുള്ളത്. ഒന്ന് പ്രൈസ് മാറുമ്പോഴും മറ്റൊന്ന് ഇൻകം മാറുമ്പോഴാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. മൂവ്മെൻറ്റും ഷിഫ്റ്റാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മൂവ്മെൻറ്റിൽ ഒന്നാമത്തേന് പ്രൈസ്, ഒന്നാമത്തെ കുട്ടിൻ്റെ പ്രൈസ് മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും വെൻ പ്രൈസ് ഇൻക്രീസസ്. നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം P1 എന്നാണ് പറഞ്ഞല്ലേ. നമ്മൾ ഇവിടെയാണ് ഗുഡ് 1 കൊടുക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ഗുഡ് 2 കൊടുക്കുന്നത്, ഒന്നാമത്തെ രണ്ടാമത്തെ വസ്തുക്കൾ. അപ്പോൾ P1 കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് വാങ്ങുന്നതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലേ. അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ മൂവ്മെൻറ്റ് സംഭവിക്കുക ഇതുപോലെ ആയിരിക്കും. ഞാൻ ചിത്രം വരക്കുന്നുണ്ട്, അതുപോലെ ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് മാറുന്നില്ല, പകരം ഇങ്ങനെയായിരിക്കും നമ്മുടെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടാവുക. അതായത് നമ്മുടെ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കായിരിക്കും മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടാവുക ഗുഡ് 1ൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ കേട്ടോ. ഇനി നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വില കുറഞ്ഞു കഴിഞ്ഞു. വില കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യും, ഓൾറെഡി നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുന്ന അളവ് കൂട്ടും. കാരണം ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാങ്ങുന്ന അളവ് കൂട്ടല്ലേ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബജറ്റ് ലൈനിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ വരിക, മൂവ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലേക്കായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ മൂവ്മെൻറ്റ് റൈറ്റ് സൈഡിലേക്കായിട്ട് വരും. ഇവിടെ സംഭവിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ മൂവ്മെൻറ്റ് റൈറ്റ് സൈഡിലേക്കുള്ള കാരണം തന്നെ നമ്മുടെ പ്രൈസ് കുറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഇത് P1 ഉണ്ടാകുന്ന ചേഞ്ചാണ്, അതായത് കംപ്ലീറ്റ് ഏത് ആക്സിൽ ഉണ്ടാകുന്നത്, എക്സ് ആക്സിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഇനി രണ്ടാമത് P2 ഉണ്ടാകുന്ന ചേഞ്ചാണ്. P2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഗുഡ് 2 കൊടുക്കുന്നുണ്ട്, അതേപോലെ നമ്മുടെ എക്സ് ആക്സിൽ ഗുഡ് 1 ആണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ വൈ ആക്സിൽ വരുന്ന ചേഞ്ചാണ് കംപ്ലീറ്റ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ വൈ ആക്സിൽ വരുന്ന ഗുഡ് 2 ഉണ്ടാകുന്ന ചേഞ്ചാണ് നമ്മളിനി കാര്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളും, നമ്മുടെ പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞു. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കറിയാം പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ നമ്മൾക്ക് അറിയുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, നമ്മൾ വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കർവിൽ വരുന്ന ഷിഫ്റ്റ് നോക്കിക്കോളൂട്ടാ, മൂവ്മെൻറ്റ് നോക്കിക്കോളും. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവുക. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ആക്സിൽ നിന്നും ഒരു മാറ്റമല്ല, പക്ഷേ വൈ ആക്സിൽ കാര്യമായ മാറ്റം വരും. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റ് എങ്ങോട്ട് സംഭവിച്ചേ, ഇത് നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് അവിടെ സംഭവിച്ചത് അല്ലേ. ഇനി നേരെ മറിച്ച് നമ്മുടെ പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് കുറഞ്ഞു എന്നതിന് പകരം നമ്മൾ ഇരുന്നു പ്രൈസ് കൂടി. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, നമ്മൾ
കുറക്കുകയാണ് ചെയ്യുക. ക്വാണ്ടിറ്റി നമ്മളിവിടെ കുറക്കുകയാണ് ചെയ്യാം. അപ്പോൾ ക്വാണ്ടിറ്റി കുറക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ കർവിൻ്റെ ഷേപ്പ് ഇതാ നേരെ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കി നിങ്ങളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ചുകളൊക്കെ ഒന്ന് വരച്ചെടുക്കുക. ഇപ്പോൾ തന്നെ വരച്ചെടുക്കുക, വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ വരച്ചെടുക്കുക. അതായത് പ്രൈസിനുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എങ്ങനെ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ 2 രീതിയിലാണ് വരച്ചത്. ഒന്ന് എക്സ് ആക്സിലും വരച്ചു, ഇപ്പോൾ നമ്മൾ വരച്ചത് കംപ്ലീറ്റ് വൈ ആക്സിലാണ് വരച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഷിഫ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഷിഫ്റ്റ് എങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഇൻകം കൂടിയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും നോക്കാം നമുക്കിവിടെ. അപ്പോൾ ആദ്യം ഞാനൊരു ബഡ്ജറ്റ് ലൈനോട് വരച്ചു വെച്ചു. നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 10 രൂപ മാറി നമ്മുടെ കയ്യിൽ 20 രൂപ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും കൂടുതൽ സാധനങ്ങളാണ് വാങ്ങല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്താൽ ഇങ്ങനൊരു ഷിഫ്റ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, റൈറ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ഇൻകം കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുക. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക, റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. ഓക്കെ, റൈറ്റ് വേർഡ് ഷിഫ്റ്റാണ് ഇവിടെ സംഭവിക്കുക. ഓക്കെ, ഇനി നേരെ മറിച്ച് നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻകം കുറയുകയാണ് എന്താ സംഭവിക്കുക, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സംഭവിക്കുക. വേറെ ഒന്നുമല്ല, നമുക്കുണ്ടായിരുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ഈ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക അല്ലേ, ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വരച്ച് കാണിച്ചാൽ നോക്കിക്കോളൂ, ഇത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ഇപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ബഡ്ജറ്റ് ലൈനാണ്. അത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ താഴേക്ക് നേരെ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് ആ ചേഞ്ച് ഇവിടെയും കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ചേഞ്ച് സംഭവിക്കുക. അതായത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക. കാരണം എന്താണ്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റ് ലൈൻ നമ്മൾ പറഞ്ഞിരുന്ന ക്വാണ്ടിറ്റി കുറയുകയാണ് ചെയ്തിട്ടോ. ഇനി എക്സ് ആക്സിലും വൈ ആക്സിലും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ട്, ഞാൻ എഴുതിയിട്ട് സമയം കളയുന്നില്ല. നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാണ്. നമ്മുടെ ഡിമാൻഡ് കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് ഓൾറെഡി നമുക്കറിയാം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് ഡിമാൻഡ് കർവ് വരാറുള്ളത് അല്ലേ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് വരാറുള്ളത്. അപ്പോൾ ഈ ഡിമാൻഡ് കർവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് 2 തരം ചേഞ്ചുകൾ പഠിക്കാനുണ്ട്. ഒന്ന് മൂവ്മെൻറ്റും മറ്റൊന്ന് ഷിഫ്റ്റുമാണ് പഠിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് കാരണം കൊണ്ടാണെന്ന്, പ്രൈസിനുണ്ടാകുന്ന ചേഞ്ച് കൊണ്ടാണ് അല്ലേ. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, ഈ പറഞ്ഞ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ കാര്യം ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് എപ്പോഴും ഉണ്ടാവുക, കൺസ്യൂമറുടെ ഇൻകം കുറയുകയോ അല്ലെങ്കിൽ കൺസ്യൂമറുടെ ഇൻകം കൂടുകയോ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കാറുള്ളത് അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന മൂവ്മെൻറ്റിൻ്റെ കാര്യമാണ്. അതായത് പ്രൈസ് കൂടുകയോ അല്ലെങ്കിൽ പ്രൈസ് കുറയുകയോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്. അതൊന്ന് നോക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വില കൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കോൺട്രാക്ഷൻ, വില കുറയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 2 പോയിന്റ് മാർക്ക് ചെയ്ത് ഞാൻ വരക്കാൻ പോകും. നോക്കണേ, ഇത് നമ്മുടെ പി ആയിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി ഇവിടെയായിരുന്നു. നമുക്കറിയാം ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡാണ് നമ്മൾ എക്സ് ആക്സിൽ കാണിക്കുക, പ്രൈസാണ് വൈ ആക്സിൽ കാണിക്കുക, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡിമാൻഡ് കർവ് ഇവിടെ ആദ്യമേ വരച്ചു വെക്കണേ. ആദ്യമേ നമ്മുടെ ഡിമാൻഡ് കർവ് ഞാനിവിടെ വരച്ചു വെച്ചു. നോക്കണം കേട്ടോ, ഒരു ഡിമാൻഡ് കർവ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് ഞാനിവിടെ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇനി നോക്കിയേ, നമ്മുടെ പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞല്ലേ. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് കുറയല്ലാണ്ട് പ്രൈസ് പിയിൽ നിന്ന് എന്ത് ചെയ്തു, P1 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം. P1 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റി ഇവിടെ വരും അല്ലേ, പുതിയൊരു ക്വാണ്ടിറ്റി ഇവിടെ വരും. യെസ്, എക്സാക്ട്ലി നമുക്കിവിടെ പുതിയൊരു ക്വാണ്ടിറ്റി Q1 എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി കൂടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു മാറ്റം, ഇവിടെ സംഭവിച്ച ഈ ഒരു ഭാഗത്ത് സംഭവിച്ച മാറ്റം ഉണ്ടല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ എന്ത്, നമ്മുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സംഗതി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിന് പറഞ്ഞവരാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞത്. പ്രൈസ് എന്ത് ചെയ്തു, കൂടുന്ന സമയത്താണ് സംഭവിക്കുന്നത് അല്ലേ. നമുക്കതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വരക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പ്രൈസ് പിയും അതേപോലെ ക്വാണ്ടിറ്റി ക്യൂവും കൊടുക്കുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി ക്യൂവും കൊടുത്തു, അതേപോലെ പ്രൈസ് പിയും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് രണ്ടിനെയും യോജിപ്പിച്ച് അവിടെ നമ്മളൊരു ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലൈൻ നമ്മൾ വരക്കാൻ പോകണേ. യെസ്, എക്സാക്ട്ലി നമ്മളിവിടെ ഒരു പ്രൈസ് ലൈൻ പ്രൈസ് ലൈനാണ് നമ്മുടെ ഡിമാൻഡ് കർവ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് കർവ് ഓൾറെഡി അവിടെ വരച്ച് ചേർത്തു. ഇനി നമ്മൾ പറഞ്ഞ കേസ് ഒന്ന് നോക്കുക നിങ്ങളിവിടെ, നമ്മുടെ പ്രൈസ് എന്ത് ചെയ്തു, കൂടുകയാണ് ചെയ്തത് അല്ലേ. പ്രൈസ് ഇവിടെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ പ്രൈസ് കൂടിയ കാര്യം ഞാനിവിടെ വരക്കുന്നു.
P2 ആയിട്ടാണ് വരക്കുന്നത് കേട്ടോ. തൽക്കാലം നമ്മൾ നേരത്തെ P1 എടുത്തുകൊണ്ട് ഞാനിവിടെ P2 ആയിട്ട് എടുക്കണേ. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി നേരെ കുറയുകയാണ് ചെയ്യുന്നത്. ഈ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് കിട്ടും ക്വാണ്ടിറ്റി Q2 ആയിട്ട് നമുക്കിവിടെ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറയാൻ കാരണമായത് നമ്മൾ എന്ത് പറയുന്നത് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയും, നമ്മൾ പറയും സങ്കോചം എന്നാണ് പറയുക. സങ്കോചം. ഓക്കെ, സങ്കോചം എന്നാണ് മലയാളത്തിൽ. എക്സ്പാൻഷൻ മലയാളം വികാസം എന്നാണ് കേട്ടോ. അപ്പോൾ വികാസവും അതേപോലെ തന്നെ സങ്കോചമാണ് ഒരേ സമയം നമുക്കിവിടെ സംഭവിച്ചത്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഇതാണ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ഇനി ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇംഗത്തിലുണ്ടാണ് ചേഞ്ച് ആണല്ലേ. ഇംഗം കൂടുകയോ അല്ലെങ്കിൽ ഇംഗം കുറയുകയോ ചെയ്യുമ്പോൾ സംഭവിക്കാം. അപ്പോൾ റൈറ്റോടെ ഷിഫ്റ്റ് ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇംഗം കൂടണം. ലെഫ്റ്റ് വാർഡാണെങ്കിൽ എന്ത് ചെയ്യണം, ഇംഗം കുറയുകയും വേണം. ആ ഒരു കാര്യം വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ബജറ്റ് ലൈൻ ഞാനിവിടെ വരക്കുകയാണ്. യെസ്, നമ്മുടെ ബജറ്റ് ലൈൻ വരച്ചു. ഇനി നമ്മുടെ ഇൻകം കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ബജറ്റ് ലൈൻ നേരെ റൈറ്റിലേക്ക് ഷിഫ്റ്റാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം നോക്കിയപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഇതോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെ ഞാൻ വരച്ച കർവുകളൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ബജറ്റ് ലൈനിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ. നോക്കി നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇതാ കണ്ടല്ലോ, നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് കർവാണ്. ആ ഡിമാൻഡ് കർവ് എന്താ പറഞ്ഞത്, ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കാനുള്ള കാര്യം എന്താ പറയുക, വേറൊന്നുമല്ല, ഒരാളുടെ ഇൻകം കുറയുമ്പോഴാണ്. അപ്പം മക്കളെ നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ യഥാർത്ഥത്തിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവുന്നതിന്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ്വേർഡ് ഷിഫ്റ്റും ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റൊക്കെ പറഞ്ഞില്ലേ, യഥാർത്ഥത്തിൽ ഇതേ സംഗതി അല്ലടാ നമ്മൾ പഠിച്ചിരുന്ന ഡിമാൻഡ് കർവിൻ്റെ അതേ കേസ് തന്നെയല്ലേ ഈ പറഞ്ഞ ബജറ്റ് ലൈനിൽ പഠിച്ചത്. എക്സാക്ട്ലി സെയിം തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഈ ബജറ്റ് ലൈനിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ബജറ്റ് ലൈനും അതേപോലെ ഡിമാൻഡ് കർവ് യഥാർത്ഥത്തിൽ എന്താണ്, അവരൊരു റിലേറ്റീവ്സ് ആണെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. ബജറ്റ് ലൈനും നമ്മുടെ ഡിമാൻഡ് കർവ് എന്താണ്, പരസ്പരം റിലേറ്റീവ്സ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഡിമാൻഡ് കർവ് എവിടെ വരച്ചാലും ഡിമാൻഡ് കർവിന് പേര് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ പേര് കൊടുക്കാൻ വിട്ടുപോയത് വേറെ ഒന്നുമല്ല, നമ്മൾ സമയം കളയേണ്ടെന്ന് കരുതിയിട്ടാണ്, വിട്ടുപോയത് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ D1 എന്ന് പറഞ്ഞ ഡിമാൻഡ് കർവ് മാറും. അതേപോലെ ഡിമാൻഡ് കർവ് DD എന്നുണ്ടായിരുന്ന ഡിമാൻഡ് കർവ് D2 എന്നായിട്ട് ഡിമാൻഡ് കർവ് മാറും. അപ്പോൾ പേരുകൾ കൃത്യമായിട്ട് കൊടുത്തു വെക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞിരുന്ന യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക, യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ യൂട്ടിലിറ്റി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂട്ടിലിറ്റി കർവ് വരക്കാറുണ്ട്. നമുക്കറിയാം യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് വരുന്നത്. ഏതൊക്കെ വരുന്നത് അത് നമുക്കറിയുന്ന പോലെ തന്നെ, ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമ്മൾ TU എന്ന് പറയും. രണ്ടാമത്തെ മാർജിൻ യൂട്ടിലിറ്റി നമ്മൾ MU എന്ന് പറയും. ഓക്കെ, അപ്പോൾ TU MU നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം ഞാൻ വരക്കാൻ പോകുന്നത് TU ആണ് വരച്ചത്. ടോട്ടൽ യൂട്ടിലിറ്റി ഞാനിവിടെ വരച്ചു. ഇനി മാർജിൻ യൂട്ടിലിറ്റി നമുക്ക് വരച്ച് നോക്കാം. ഇനി മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർജിൻ യൂട്ടിലിറ്റി എപ്പോഴും തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും, ഈ പറഞ്ഞ 0 എന്നല്ല തുടങ്ങുന്നത്. പകരം നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാക്കി മാറ്റാം കേട്ടോ. ടോട്ടൽ യൂട്ടിലിറ്റി കർവ് അതിൻ്റെ തുടക്കം നമ്മൾ ഇങ്ങനെയാക്കി മാറ്റുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ TUം MUം തുടങ്ങുന്ന ഒരേ പോയിന്റ് ആയിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുന്ന പോയിന്റിലേക്ക് നമ്മുടെ TU എന്തുണ്ടാവുക, അത് 0യിലേക്ക് എത്തുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മാർജിൻ യൂട്ടിലിറ്റി വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് നമ്മുടെ മാർജിൻ യൂട്ടിലിറ്റി കർവ് വരുന്നത്. നിങ്ങൾ ആകെ പഠിച്ചോക്കേണ്ട ഇവിടുത്തെ റിലേഷനാണ്. TU ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി എന്തായിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും. ഇനി TU അതിൻ്റെ മാക്സിമത്തിലെത്തുന്ന സമയത്ത് മാർജിൻ യൂട്ടിലിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി TU കുറയാൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. കുറയുക എന്ന് മാത്രമല്ല അതെന്തായിരിക്കും, നെഗറ്റീവ് കൂടിയായിരിക്കും. ഈ 3 റിലേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, 3 വൃത്തിയിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കി വരുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് കർവുകളാണ്. അപ്പോൾ ഇതുള്ള എന്ത് ചെയ്യും, നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.